പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയായിരുന്നു നല്ല ഈ അനുസ്മരണ സ്വാഗതം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബെന്നി ഇന്ന് നമ്മളോട് കൂടിയിരിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് സ്വീകരിക്കാൻ വർഷം ആണ്ട് നൽകിയാണ്. എല്ലാവിധ ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ പ്രിയങ്കരമായ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനമാണ് നാം ആചരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, 1942 ഒക്ടോബർ 31-ാം തീയതി കുമരകത്ത് ജനിച്ച ഉമ്മൻചാണ്ടി KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചേർന്നു. കേരളത്തിന്റെ 2 തവണ മുഖ്യമന്ത്രിയാവുകയും 2004 മുതൽ 2006 വരെയും അതോടൊപ്പം തന്നെ 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവായും 2011 മുതൽ 2016 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ഒരാളായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. ജനങ്ങളെ എത്രത്തോളം സേവിച്ച ഒരു നേതാവ് കേരള ചരിത്രത്തിൽ അന്നും ഇന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 11 ലക്ഷം ആളുകളുടെ അത്താണിയായി മാറിക്കൊണ്ട് ജനസമ്പർക്ക പരിപാടിയിലൂടെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വിഴിഞ്ഞം പദ്ധതിയും കൊച്ചി മെട്രോയും അതോടൊപ്പം തന്നെ കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള നമ്മുടെ നാടിന് സമർപ്പിച്ച ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയ മുൻ മന്ത്രിയും KPCCയുടെ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് CV പത്മരാജൻ, അദ്ദേഹത്തിന്റെയും ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബൈജു മാസ്റ്റർ. പ്രിയപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷെഫീർ ചെക്കിയാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സുരേഷ് ചാലാറത്ത്, സുഭാഷ് മാഷ്, മജീദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആദ്യമേ തന്നെ ഇന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ 2ാം ചരമദിനമാണ്. ഒപ്പം തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ വളരെ സൗമ്യമായി നയിച്ച CV പത്മരാജന്റെ ഓർമ്മ നമ്മെ പിന്നിട്ട് 1-2 ദിവസമേ ആയിരുന്നു. ആ ഓർമ്മകൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ദിവസമാണ്. കേരളത്തിലെമ്പാടും നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിന്റെ ചരമദിനം ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ CPM-ന് പോലും പേടിയാണ്. CPM ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും ഭയപ്പെട്ട രാഷ്ട്രീയ നേതാവും ഉമ്മൻചാണ്ടി സാറായിരുന്നു. CPM അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തെ CPM ഭയപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ 9 വർഷം, ഏതാണ്ട് 10ാമത്തെ വർഷം കേരള സംസ്ഥാനം പിണറായി വിജയൻ ഭരിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടി സാർ 1 വർഷം ഭരിച്ചതിന്റെ അടുത്തെത്താൻ 10 വർഷം ഭരിച്ച പിണറായി വിജയന് സാധിച്ചിട്ടില്ല. പിണറായി വിജയനെ 10 വർഷം ഭരിച്ചത് കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറുമായി പിണറായി വിജയനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, ജനങ്ങൾക്ക് എപ്പോഴും സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് സാധിച്ചവരായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നിയമപാലകരുടെ തടസ്സമില്ല. അവിടെ
നമ്മൾ എല്ലാവരെയും കേൾക്കാൻ മണിക്കൂറുകൾ അദ്ദേഹം കാത്തു നിൽക്കുന്നു, ക്ഷമയോടെ നിൽക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, പറ്റാവുന്ന പരിഹാരം നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി എടുത്ത് ചെല്ലും പോലെ ആ പരിസരത്തേക്ക് അടുപ്പിക്കാതെ ഓടിച്ചു വിടുന്ന സമീപനമല്ല കേരളത്തിലെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ നമ്മോട് കാണിച്ചത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്ത് പോകുമ്പോൾ തിരക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്രട്ടേറിയറ്റിൽ പോയാൽ പാസ്പോർട്ട് എടുത്ത് പോവാം. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യാതൊരു തിരക്കുമില്ല. കാരണം മുഖ്യമന്ത്രി ആരെയും കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ ആവശ്യമായി ചെല്ലുന്നവർക്ക് അവിടെ കൗണ്ടറുണ്ട്, 3-4 സ്റ്റാഫ് ഉണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട സാധനം അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു രസീറ്റും വാങ്ങി തിരിച്ചു പോവാം. നിങ്ങളെ ആരും രാജാവ് നിങ്ങളെ ആരെയും കാണുന്നില്ല. പിണറായി രാജാവിന് ആരെയും കാണാനുള്ള സമയവും സന്ദർഭമൊന്നുമില്ല. എന്നാൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആ പരിസരവും നമുക്കറിയാം ഒരു പൂരപ്പറമ്പിന്റെ ജനക്കൂട്ടമാണ്. അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ നേരിട്ട് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് അപേക്ഷകൾ വാങ്ങുന്നത്. അദ്ദേഹം തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അവിടെ സ്റ്റാഫ് വാങ്ങി രസീറ്റ് വാങ്ങി സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞ് ഓടിച്ചുവിടലല്ല. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കേരളത്തിൽ കാണുന്ന നരകമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകലെയാണോ, എന്നാൽ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ജനങ്ങളിൽ നിന്ന് അത്രമാത്രം ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങൾക്കൊപ്പം ആൾക്കൂട്ടത്തിനൊപ്പം സഞ്ചരിച്ച മനുഷ്യനാണ്. ശരിക്കും കേരളത്തിലെ തുടർ ഭരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെതായിരുന്നു. ആ തുടർ ഭരണം എന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കേരള ജനത കൊടുക്കാൻ ശ്രമിച്ച തുടർ ഭരണത്തെയാണ് വളരെ വൃത്തികെട്ട രൂപത്തിൽ CPM ആസൂത്രണം ചെയ്ത് ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ദീപ്തമായ ഓർമ്മ പോലും CPM ഭയപ്പെടുന്നതിന്റെ ദൃക്സാക്ഷികളായിട്ട് ഇന്നലെ ഞങ്ങൾ കണ്ണൂര്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഉദ്ഘാടനം ചെയ്ത ശിലാഫലകം അത് അറുത്തുമാറ്റാൻ മാത്രം CPM-ന്റെ നേതൃത്വം കാണിക്കുന്ന വ്യഗ്രത എത്ര ഭയങ്കരമാണ്. കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെടുത്ത് നമുക്കറിയാം, പയ്യാമ്പലം ബീച്ചിന്റെ പരിസരത്തേക്ക് ആയിരക്കണക്കിന് ആളുകള് ഗസ്റ്റ് ഹൗസിന്റെ പരിസരത്ത് ചെല്ലുന്നതാണ്. ആ കേറുന്ന അവിടെ തന്നെ 2015 ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉമ്മൻചാണ്ടി സാർ നിർമ്മാണം എല്ലാ പണിയും പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ആ ഫലകമാണ് അവിടെ മുഹമ്മദ് റിയാസ് ഒരു പണിയും ചെയ്യാതെ ആ ഫലകം ആരും അറിയാതെ എടുത്ത് മാറ്റി മുഹമ്മദ് റിയാസിന്റെ ഫലകം കൊണ്ടുവച്ചിരിക്കുകയാണ്. മുഹമ്മദ് റിയാസിന്റെ ഫലകം കൊണ്ടുവച്ചിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഫലകം ഒരു കുപ്പത്തൊട്ടി ഒരു ചൂലിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. കാണുമ്പോൾ അങ്ങേയറ്റ സങ്കടം തോന്നിയ കാഴ്ചയാണ്. യാദൃശ്ചികമായി നമ്മുടെ കണ്ണിൽപ്പെട്ടപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, എന്റെ പണി പോകും. ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ ഫലകമെടുത്ത് അവർ ആ ചൂലിന്റെ കൂടെ മൂലക്കിട്ടിട്ടുണ്ട്. എത്ര പ്രയാസജനകമാണ്. നമുക്കറിയാം, മുഹമ്മദ് റിയാസും കേരളത്തിലെ മന്ത്രിമാരും വെറും റീൽസ് എടുത്ത് ജീവിക്കുന്ന മന്ത്രിമാരാകുമ്പോ ആ രൂപത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോ ഉമ്മൻചാണ്ടി സാർ അങ്ങനെയല്ല. ഇന്നലെ ഇന്നുമായി ചില CPM-ന്റെ സൈബർ സഖാക്കൾ പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടി സാർ ശിലാഫലകം കല്ലിടലായിരുന്നു നാട് മുഴുവൻ. ആ കല്ലിട്ട പണികളെല്ലാം പൂർത്തിയാക്കിയത് CPM ആണ്. അപ്പൊ കല്ലിട്ടതിന്റെ എല്ലാം പറിച്ചു കളയുന്നതാണ്, അല്ലാതെ പണി പൂർത്തിയാക്കിയതല്ല. പക്ഷെ സഖാക്കളായ വിഡ്ഢികൾ അറിയേണ്ട ഒരു കാര്യം, ഉമ്മൻചാണ്ടി സാർ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച സ്ഥലത്തെ ശിലാഫലകമാണ് മരുമകന്റെ പേര് വെക്കാൻ വേണ്ടി അറത്തുമാറ്റി ഒരു പണിയെടുക്കാത്ത മരുമകന്റെ പേര് കൊണ്ടുപോയി വെച്ചത് എന്നത് നമ്മൾ തിരിച്ചറിയും. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി എന്ന പേര്, ആ പേര് പോലും CPM നേതൃത്വം ഭയപ്പെടുകയാണ്. അവിടെയാണ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ മാതൃകയാക്കുന്നത്. ഞാന് പിന്നെ തോമസ് ചേട്ടൻ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം പറയാറുണ്ട്. അത് റെക്കോർഡ് അവസാനിപ്പിച്ചാൽ ഞാൻ പറയാം. ഓക്കെ. ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഭാഗങ്ങളുടെ സഹപ്രവർത്തകർ, ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, ഇന്ത്യയെല്ലാം ജനകീയനായ ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപിടിക്കുന്ന ഇതിലേക്ക് 2 വർഷം പിന്നിലാണ്. നമുക്കെല്ലാം ഓർമ്മമാണ്, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ജനാവലി, അന്ന് കേരളം കണ്ട കാഴ്ച, ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്ന സമയത്ത്
ഉമ്മൻചാണ്ടി സാറിന്റെ മഹത്വം ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂകൾ യൂട്യൂബിലൊക്കെ എടുത്ത് കാണാനിടയുണ്ടായി. അവസാനമായി ന്യൂസ് 18 അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ അദ്ദേഹം അവതാരകരോട് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും പാഠമാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി നമ്മൾ ചാനലുകളിലും അതുപോലെ തന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ എടുത്ത് അദ്ദേഹം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള കാരുണ്യ പ്രവർത്തികൾ, ജനസമ്പർക്ക പരിപാടികളൊക്കെ കണ്ടവരാണെങ്കിൽ പോലും അദ്ദേഹം സംഘടനാപരമായും നേതൃപരമായും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകിട്ട് വരുന്നു. 1967 KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി, 70 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി, അതേസമയം തന്നെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനകീയനായ, ഒരു സൗമ്യനായ, എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമുള്ള ഒരു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി സാറ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വൈകിപ്പോയി. പ്രിയമുള്ളവരെ, ഇവിടെ ബൈജുമാഷ് വളരെ വിശദമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒരു രാവും പകലും 10 രാവും പകലും അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ ഇരുന്നാലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പ്രവർത്തികളെ കുറിച്ച്, നല്ല പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരാത്തത്രയുണ്ട്. അത്ര രീതിയിൽ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും കോട്ടയത്തൊക്കെ പോയതാണ്. അദ്ദേഹത്തെ നമുക്ക് കാണുവാൻ വേണ്ടി നമ്മുടെ പല പ്രദേശങ്ങളിൽ നിന്നും, ഏറ്റവും ദൂരെ സ്ഥലത്തു നിന്ന് പോലും ആളുകൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ ഒരു നോക്ക് കാണാൻ കഴിയാതെ മടങ്ങിപ്പോയ എത്രയോ ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 70 മണിക്കൂർ നീണ്ടു നിന്ന ഒരു വിലാപയാത്ര കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിലാപയാത്രയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ തെങ്ങ് ചിഹ്നത്തിലാണ്, അടയാളത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പിളർപ്പുണ്ടായ ഒരു സമയത്ത് ഇന്ദിരാ കോൺഗ്രസും കോൺഗ്രസിന്റെ സംഘടനാ കോൺഗ്രസുമായി 2 രീതിയിൽ മാറി നിൽക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എന്താണ് നിയമസഭ എന്നും എന്താണ് തെരഞ്ഞെടുപ്പ് എന്നും അറിയത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു നിയമസഭ. ആ ഒരു കാലഘട്ടത്തിലാണ് തെങ്ങായിരുന്നു എന്റെ ചിഹ്നം. പല ആളുകളും തെങ്ങ് പിഴുതുകൊണ്ടുവന്ന് ആ ഒരു പ്രചരണത്തിന് അവര് വളരെ ഉത്സാഹത്തോടു കൂടി മുൻപോട്ടേക്ക് വന്നപ്പോൾ ജനങ്ങളാണ് എല്ലാം എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ജനങ്ങൾ സംഘടനയ്ക്ക് അപ്പുറത്തേക്കായി ജനങ്ങൾ വിജയിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 1970 അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ. അവിടെ അങ്ങോട്ട് നോക്കിയാൽ 50 വർഷക്കാലം നിയമസഭാ സാമാജികനായി കേരളത്തിന്റെ വിവിധ വകുപ്പുകൾ ഭരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഒരു ജനകീയ മുഖ്യമന്ത്രി എന്ന പേര് സമ്പാദിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ അദ്ദേഹം മുൻപോട്ടേക്ക് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരെ കേൾക്കുവാനും സാധാരണക്കാരെ മനസ്സിലാക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും. അദ്ദേഹം പറയുകയാണ്, എനിക്ക് തിരക്കുകൾക്കിടയിൽ എനിക്ക് പത്രങ്ങൾ വായിക്കുവാൻ സമയം ഉണ്ടായിരുന്നില്ല, എനിക്ക് പുസ്തകങ്ങൾ വായിക്കുവാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോ പുസ്തകങ്ങളും ഓരോ പത്രങ്ങളും ഞാൻ അറിഞ്ഞിരുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ ഞാൻ ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുന്നത് ജനങ്ങളെ കേട്ടുകൊണ്ടാണ്. ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, ഇതുകൊണ്ട് എന്താണ് നേട്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ ഇത്രത്തോളം ഇറങ്ങി കഴിഞ്ഞാൽ എന്താണ് ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം. അദ്ദേഹം പറയുകയാണ്, ഞാൻ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത് പത്രങ്ങൾ അധികം വായിക്കാൻ സമയമില്ലാത്ത ഞാൻ, പുസ്തകങ്ങൾ അധികം വായിക്കാൻ സമയമില്ലാത്ത ഞാൻ, ഓരോ ജനങ്ങളും പല ആളുകളും ചെറിയവൻ എന്ന് കരുതുന്ന പല ആളുകളും പറയുന്ന വാചകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ മേലെ അടച്ചു ഭരിക്കുന്ന ഒരു മന്ത്രിയായിരുന്നില്ല ഉമ്മൻചാണ്ടി സാർ, അല്ലെങ്കിൽ ഒരു നേതാവായിരുന്നില്ല. ഉദ്യോഗസ്ഥന്മാരോട് പോലും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ
ആ തീരുമാനങ്ങളിൽ തിരുത്തേണ്ടത് നിങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഉമ്മൻചാണ്ടി സാറിനെ നമുക്ക് കാണാൻ സാധിക്കും. സോളാർ വിഷയം ആളിക്കത്തുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂരിന്റെ മണ്ണിൽ വന്നപ്പോൾ COT നസീർ എന്ന് പറയുന്ന CPM-കാരൻ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ സമയത്ത് DGP ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് സാർ പറ്റിയത്? ഒരു പൊതുപരിപാടി കഴിഞ്ഞ പോലീസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി കഴിയുന്നത് വരെ അദ്ദേഹം ആ കാര്യം മറച്ചു പിടിക്കുകയും പിന്നീട് എനിക്ക് ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ അദ്ദേഹം ചികിത്സ തേടുകയും ചെയ്യുകയാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഹർത്താലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കല്ലെറിഞ്ഞത്. നേരത്തെ വൈദ്യമാഷ പിണറായി വിജയനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒരു കൊച്ചുകുട്ടി പോലും അടുത്ത് ചെന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ചെന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ ചെന്നാൽ വളരെ ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി പെരുമാറുന്ന പിണറായി വിജയൻ ഒരു ഭാഗത്ത് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ തന്നെ കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കാൻ മനസ്സ് കാണിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരോടും പകയില്ല, എനിക്ക് ആകെ വിഷമം തോന്നിയത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് അപവാദ പ്രചാരണങ്ങൾ എനിക്ക് നേരെ ഉണ്ടായപ്പോഴും അത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ല. അത് എന്നെ ഏറെ വേദനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഉമ്മൻചാണ്ടി സാറിനെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഷഫീഖ് പറഞ്ഞതുപോലെ സമയത്തിന്റെ കുറവുണ്ട്, കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഒരുപാട് നേതാക്കന്മാർ, അദ്ദേഹത്തെ വളരെ കൂടുതൽ അറിയാവുന്ന ഒരുപാട് മുഹമ്മദ് കെയോ അതുപോലെ സുരേഷ് ഏട്ടനോ ഒക്കെയുള്ള ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും എളിമയോടുകൂടി സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്സ് കോൺഗ്രസ്സുകാരൻ എപ്പോൾ കാണിക്കുന്നുവോ, അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ, അധികാരമോഹത്തിന്റെ ഒക്കെ ഒരു ആ ധാർഷ്ട്യം കലർന്ന രീതി വിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ നമ്മൾ എപ്പോൾ മനസ്സ് കാണിക്കുന്നുവോ അപ്പോൾ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, സ്ഥാനം കൊണ്ട് എന്താണ് വില? അതേസമയം ഒരു സ്ഥാനമില്ലെങ്കിലും ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നുവെങ്കിൽ അതിന് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് ഉമ്മൻചാണ്ടി സാർ ജോൺ ബ്രിട്ടാസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നതായിട്ട് കേട്ടു. പ്രിയപ്പെട്ടവരെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം നമ്മൾ ആളാവുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുമ്പോഴാണ്. ഒരു 10 ആള് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയുകയാണ് ഇന്നയാൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന അംഗീകാരമാണ്. ആ അംഗീകാരം നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും എളിമയോടുകൂടി പെരുമാറുവാൻ, ഒന്ന് പുഞ്ചിരിക്കുവാൻ, സാധാരണക്കാരന്റെ വിഷയങ്ങളെ ഒന്ന് സൗമ്യമായിട്ടൊന്ന് കേൾക്കുവാൻ തയ്യാറാകുന്ന ഓരോ കോൺഗ്രസ്സുകാരും നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് വരുത്താം. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെ ആകുകയുള്ളൂ എന്നുള്ളതല്ല. അതിൽ നിന്ന് അപ്പുറത്തേക്കായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമെന്ന് കോൺഗ്രസ്സുകാരൻ തെളിയിച്ചു കൊടുക്കുന്നിടത്താണ് നേരത്തെ ബൈജുമാഷ് പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാറിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ നമ്മളൊരു പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചത്. അത് വൈദ്യമാഷ് സൂചിപ്പിച്ചതുപോലെ നേതൃത്വത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. വൈദ്യമാഷ് സുരേഷ് ഉൾപ്പെടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ 2 ദിവസം മുന്നേ തന്നെ മെസ്സേജ് വഴി അത് അറിയിച്ചിട്ടുണ്ട്. ഇനി നാളെ കഴിഞ്ഞാണ് പരിപാടി. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വെക്കാൻ കാരണം റോബിൻ ഹോട്ടലിന്റെ മുകളിലുള്ള ഓഡിറ്റോറിയത്തിൽ അന്ന് രാവിലെ സമയമില്ല. ഞാൻ നമ്മുടെ സജീറിനോട് ചോദിച്ചിട്ടാണ് സമയം വാങ്ങി ആ ഹാള് ബുക്ക് ചെയ്തത്. ഒരു ഐഡിയയും ഇല്ല എന്താണ് നമ്മൾ ഒരു നമുക്കുണ്ട്, അധികം സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണങ്ങളാണ് നമുക്ക് ഇതിൽ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷത്തേക്ക്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ KPCCയുടെ പ്രസിഡന്റും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയും പ്രിയപ്പെട്ട CV കൽപ്പനാഥൻ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടി ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ അസ്ത്രപൂക്കൾ അർപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയും നടയുടെ സൂചിപ്പിച്ചത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറുമായി ഹൃദയ ബന്ധമുള്ള ആളുകളാണ് പേരാവൂരിലുള്ള ഒട്ടുമിക്ക ആളുകൾ. പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൺകലിപ്പികൾ എഴുതുന്ന ചില അനുഭവങ്ങളുണ്ട്. പേരാവൂരിലെ ജിമ്മി ജോർജ് സ്റ്റേഡിയം ഉമ്മൻചാണ്ടി സാറിന്റെ സംഭാവനയാണ് പേരാവൂരിൽ. അതുപോലെ തന്നെ വക്കീൽ സാറിന്റെ വീടിന്റെ മുന്നിലുള്ള ആ റോഡിലുള്ള പാലം
ഹയർ സെക്കൻഡറി സ്കൂള്, മലയോര ഹൈവേ, ഞാനും വൈദ്യമാഷും ഒക്കെ തിരുവനന്തപുരം പോയിട്ട് ഞങ്ങള് ഒറ്റ ദിവസം ഒപ്പിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് എനിക്ക് ഒപ്പിട്ട് വാങ്ങിയതാണ്. പേരാവൂരിലെ മാവേലി സ്റ്റോറിനെ വിളിച്ചുകൊണ്ട് രണ്ടാമത് വാങ്ങി. തൊണ്ടി പാലം, അതുപോലുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാറ് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പേരാവൂരിന്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒട്ടുമിക്ക ഒത്തുവരവധി കാര്യങ്ങൾ ഇനിയും അദ്ദേഹത്തെ കുറിച്ച് നിർത്താൻ. അദ്ദേഹം നമ്മെ ഏൽപ്പിച്ച ദൗത്യം പോലെ ലളിതമായ ജീവിതമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം കീറാത്തൊരു ഷർട്ട് ഇട്ടത് ഞാൻ ഈ ഫോട്ടോയിൽ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഷർട്ട് എവിടെയെങ്കിലും 5 or 6 ടൈപ്പില്ലാത്ത ഷർട്ട് ഉണ്ടാവില്ല. അപ്പോ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പുതിയ ഷർട്ട് വാങ്ങിക്കുന്നത്. അത്ര പോലും അദ്ദേഹത്തെ അപമാനിക്കാൻ, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെ പോലും അപമാനിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ കൊണ്ടുവരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ രക്തം കുടിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികള് മഹാഭാരതത്തിലെ ദ്രോണരെ അമ്പുമില്ലും താഴെ വെക്കണമെങ്കിൽ, ഗുരുസ്ഥാനീയനായ ദ്രോണരെ താഴെയിരുത്തണമെങ്കിൽ സ്ത്രീയോട് യുദ്ധം ചെയ്യില്ല എന്ന ദ്രോണരുടെ പ്രതിജ്ഞ പാലിക്കുന്നതിന് വേണ്ടി ശിഖണ്ഡി യുവതി കാണിച്ചിട്ട് ഭീഷ്മരുടെ ആ പ്രതിജ്ഞ പാലിക്കുന്നതിന് വേണ്ടി ഇന്ന് മഹാഭാരതത്തിന്റെ ചരിത്രത്തിലുണ്ടെങ്കിൽ ആ ചരിത്രമാണ് ഉമ്മൻചാണ്ടി സാറിനെ അപകീർത്തിപ്പെടുത്തുന്നതിന്, അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യുന്നതിനും സരിത എന്ന ആ പെൺകുട്ടിയെ കൊണ്ടുവന്നുകൊണ്ട് ആഭാസകരമായ പ്രവൃത്തികള് നടന്നതായി കേരളത്തിലെ പത്രമാധ്യമങ്ങളില് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവമാനിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ സ്ഥിതി എന്താ? വാട്സപ്പ് മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം സരിത പറയുന്നതായി കണ്ടു. എന്റെ കാലുകൾ തളർന്നിരിക്കുന്നു, എന്റെ മനസ്സെ മരവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉമ്മൻചാണ്ടി സാറിനോട് എനിക്ക് തീർത്താത്ത ആ അദ്ദേഹത്തിന്റെ ആ മനുഷ്യനോടുള്ള കടപ്പാട്, എന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ച രാഷ്ട്രീയ കക്ഷിയിലെ ആളുകൾ, എനിക്ക് 10 കോടി രൂപ സംഭാവന പറഞ്ഞ ആളുകൾ ഇന്ന് ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അവരാരുമില്ല, അവരെല്ലാം അനുഭവിക്കും. എന്നെ ആദ്യമായി ഇ.പി. ജയരാജനാണ് അവരെ സമീപിച്ച് വാഗ്ദാനമുണ്ട്. ആ ഇ.പി. ജയരാജൻ പാർട്ടിക്ക് പുറത്തു പോയി തെണ്ടി നടക്കുന്ന ഗതികേടിലേക്ക് സംസ്ഥാനത്ത് വന്നിരിക്കുന്നു. രണ്ടാമത് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ പിണറായി വിജയൻ ഇന്ന് രോഗബാധിതനായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്തുകൊണ്ട് എല്ലാവരും കല്ലെടുത്തെറിയുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ശവക്കുഴിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അച്ചുമാവൻ പ്രതിപക്ഷത്തിലെ എന്തേ ഗോപാല പോകാത്തെ എന്ന് പറയുന്ന ആ അച്ചുമാവനാണെങ്കിൽ ഇന്നത്തെ ദിവസം ചത്തഞ്ചിനൊക്കുമേ ജീവിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ വെന്റിലേറ്റർ വിളിച്ചാൽ ഏത് നിമിഷവും അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പറയും. ആ പിണറായി വിജയൻ അമേരിക്കയിൽ പോയതുകൊണ്ടാണ് ഇത്രയും ദിവസം കാത്തിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോ ഹിന്ദുക്കളുടെ പുരാണ പ്രകാരം കർക്കിടക മാസത്തിലായിപ്പോ അദ്ദേഹത്തിന്റെ പോക്ക് നരകത്തിലേക്കായിപ്പോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും മുൻ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ടി.വി. പ്രകാശ് സാറിന്റെയും എല്ലാ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു അശ്രദ്ധോക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ യോഗത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് തന്നെ ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള, ഉമ്മൻചാണ്ടി സാറിനെ അറിഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്തുള്ള ആവേശമായിക്കൊണ്ട് തന്നെയാണ്. അന്ന് എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടി, വയനാട് എന്നടക്കമുള്ള കേരളത്തിലെ അതായത് യുവ നേതാക്കന്മാരുടെ ആവേശത്തിൽ കേരള യുവത എടുത്ത് മുന്നേറിയ അടിസ്ഥാനത്തിലാണ് ഞാനും ആ രാഷ്ട്രീയത്തിൻ്റെ ആവേശത്തിൽ എടുത്ത് ചാടിയത്. ഞാനും പക്ഷേ എനിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. കാരണം CPM-ന്റെ കോട്ടയിൽ വെച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നടത്തുന്നത്. പിന്നീട് ഞാൻ നാട് കടത്തപ്പെടുകയാണ് ചെയ്തത് പേരാവൂരിൽ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്രമാത്രം ഉമ്മൻചാണ്ടി സാറ് ഞാൻ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ 69 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ NR അടക്കമുള്ള നേതാക്കന്മാർ, കോട്ടര ഗോപാലകൃഷ്ണൻ അടക്കമുള്ള അതായത് ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടുവന്ന ആ യുവ നേതൃത്വത്തിന് പ്രത്യേകിച്ച് അന്ന് കൂത്തുറമ്പിൽ അവർക്കൊക്കെ ഉമ്മൻചാണ്ടി എത്തിയിരുന്നില്ല. പിന്നീട് കോളയാട് വെച്ച് നടന്ന ആ ഒരു യോഗത്തിലാണ് ഞാൻ ആദ്യമായി ഉമ്മൻചാണ്ടി കാണുന്നത്. എൻ്റെ ബൈലുമാഷ് പറഞ്ഞതിൽ വ്യത്യസ്തമായ എൻ്റെ ഓർമ്മയാണ് 69 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 70 പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നത്. 69 പിളർപ്പ്. ആ പിളർപ്പോടനുബന്ധിച്ചാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ.
അതായത് അല്ല 69 പിന്നെ മറ്റേ സർക്കാർ വന്നതാണ്. പിന്നെയാണ് 69 ഇടതുപക്ഷ സർക്കാർ വന്നിട്ട് മറിച്ചിട്ട് അല്ല 67 ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ 69 പിരിച്ചുവിട്ടു. കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടായി. 70-ലോ 60 പിന്നെ ആരോടെങ്കിലും ഒരു 10 സെന്റോ 15 സെന്റോ അല്ലെങ്കിൽ 20 സെന്റോ വാങ്ങി നെല്ല് പിന്നെ അതിൽ വിത്തിട്ട് അത് കൊയ്തെടുക്കുന്ന ഒരു പരിപാടിയാണത്. അതോടുകൂടിയാണ് ഉമ്മൻചാണ്ടി സാർ തന്നെ അന്ന് പിന്നെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി വളരെയധികം പേരെടുക്കാൻ കഴിഞ്ഞ ഒരു പരിപാടിയാണ് KSUവിന്റെ മുന്നേറ്റത്തിൽ. അപ്പോ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ആ ഉമ്മൻചാണ്ടി സാറുടെ ഒന്നിച്ച് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളൊക്കെ വളരെ ആവശ്യത്തോടു കൂടി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ അദ്ദേഹം അതായത് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന സ്വഭാവം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിനോട് 100% ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ പറഞ്ഞു. അതേപോലെ ഏറ്റവും ലളിതമായ രീതിയിലുള്ള ജീവിതമാണ് അദ്ദേഹം മുന്നോട്ട് നയിച്ചത്. വളരെ ലളിതമായ ജീവിതം. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്താണെന്ന് പറഞ്ഞാൽ അന്നൊന്നും അതായത് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മെ പോലുള്ള എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. കാരണം ആ ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പബ്ലിസിറ്റി അദ്ദേഹം കൊടുക്കാറില്ല ആർക്കും. അതുകൊണ്ട് തന്നെ അതെന്താ വെച്ചാല് ആ മരണശേഷമാണ് ഓരോരുത്തരും പറഞ്ഞതനുസരിച്ച് ഇത്രമാത്രം ഉമ്മൻചാണ്ടി സാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്തിട്ടുണ്ടോ ഓരോ വ്യക്തിയും അത് പറയുമ്പോൾ നമ്മളത് അത്ഭുതപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ഇന്ന് എത്തണമെങ്കിൽ നമുക്ക് ഇന്നിപ്പോ ഇവരെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാറോടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും നമ്മുടെ കോൺഗ്രസിന്റെ ഈ പ്രവർത്തനത്തിലും നമ്മൾ സ്വീകരിക്കുകയും ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാളും സാധാരണ പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണം നമ്മൾക്ക് കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനെ പറ്റിയിട്ടുള്ള ആലോചനയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തി ഉമ്മൻചാണ്ടി സാറിന്റെ ഈ ഓർമ്മ ദിവസം തന്നെ അതിനുള്ള പ്രവർത്തനത്തിന് ഇന്നിപ്പോ നമ്മളോട് ബ്ലോക്ക് പ്രസിഡന്റ് ഉമ്മൻചാണ്ടി സാറിന്റെയും അതുപോലെ നമ്മൾ നേരത്തെ സുരേഷ് പറഞ്ഞ മുൻ KPCC പ്രസിഡന്റ് ആയിരുന്ന പ്രതിശക്തി വകുപ്പ് മന്ത്രിയായിരുന്ന ഡി പത്മനാഭൻ പിന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിലും എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉത്സവിക്കുന്നു. ജയ് കോൺഗ്രസ്. രണ്ടാമത് ചരമവാർഷികവും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയായിട്ടുള്ള ശ്രീ പത്മരാജൻ സാറിൻ്റെ അനുശോചനം ഒന്നിച്ച് നടത്തിയ ചടങ്ങാണ്. ഇപ്പോൾ ഒരു ചടങ്ങിൽ എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയ അനുഭവം മാത്രം അറിയിച്ചുകൊണ്ട് അവസാനിക്കാം. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി അദ്ദേഹം കണ്ണൂരിൽ വെച്ച് നടത്തിയ സമയത്ത് ഞാൻ എൻ്റെ പ്രദേശത്തുള്ള 4 ആളുകളെയും കൂട്ടി ഒരു വണ്ടിയിൽ കണ്ണൂരിലേക്ക് പോകുകയുണ്ടായി. അപ്പോൾ ഇപ്പം താമസിച്ചിട്ടാണ് അവിടെ എത്തിയെങ്കിലും എൻ്റെ കൂടെ അന്നത്തെ വില്ലേജ് ഓഫീസർ എൻ്റെ വണ്ടിയിൽ യാദൃശ്ചികമായിട്ട് കയറിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ ഓരോരുത്തരും എവിടെയാണോ ഏൽപ്പിക്കേണ്ടതില്ല ആരുടെയാണോ നമ്മൾ ബന്ധപ്പെടേണ്ടത് എന്ന രീതിയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചു. ആ പോയ 4 ആളുകൾക്ക് ഒരാൾക്ക് 1 ലക്ഷം രൂപയും മറ്റൊരാൾക്ക് 50,000 രൂപയും മറ്റു 2 പേർക്ക് 30,000 രൂപയും ആ സമയത്ത് തന്നെ അവരുടെ അപേക്ഷയിൽ നിന്ന് തിരിച്ചുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ച ഒരു അനുഭവം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ആ ഭരണത്തിന്റെ ഭാഗമായി മാറി എന്ന് തോന്നുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഏറ്റവും ആ ഒരു സമയത്ത് അദ്ദേഹം നടത്തിയ ഒരുപാട് 100 കണക്കിന് പദ്ധതികൾ ഒന്ന് നമ്മുടെ ശുചിതരംഗം പദ്ധതി. ഒരു വീട്ടമ്മയുടെ ഫോൺ കോൾ തന്റെ കുട്ടിക്ക് ചെവികൾക്കുന്നില്ല കേൾക്കുകയും ആ സമയത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശുചിതരംഗ പദ്ധതി അദ്ദേഹം നടപ്പിൽ വരുത്തി. ആ പദ്ധതിയിലൂടെ തന്നെ 630ഓളം കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയയിലൂടെ ചെവി കേൾക്കാനുള്ള ഒരു അവസരം സൃഷ്ടിച്ച ബഹുമാനായ മുഖ്യമന്ത്രി. നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി ഇനി നമുക്ക് ഭാവിയിലും അങ്ങോട്ട് എനിക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. ശവക്കല്ലറയ്ക്ക് മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം മാത്രം ഞാൻ ഈ മനുഷ്യൻ
തീർച്ചയായും നീതിമാനായിരുന്നു എന്ന ആ കല്ലറയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നീതിമാന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ആദരണീയനും ബഹുമാനീയനുമായ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികത്തിൻ്റെ അനുസ്മരണ പരിപാടിയാണ് നമ്മൾ ഇവിടെ ചേർന്നിട്ടുള്ളത്. എനിക്ക് ഞാൻ സംസാരിച്ചവരൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹം ചെയ്ത നന്മകളും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും 2 വാക്ക് ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹവും കരുണയും സഹാനുഭൂതിയും അതിലുപരി ക്ഷമയുമുള്ള ഒരു നേതാവായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം നമ്മൾക്കൊരു പാഠമല്ല, നമ്മൾക്കൊരു പാഠപുസ്തകം തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ എന്നൊരു വ്യക്തിത്വം. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അവസാന 10 വർഷക്കാലം അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളും അദ്ദേഹം സഹിക്കേണ്ടി വന്ന അവസ്ഥകളും അദ്ദേഹത്തെ കല്ലെറിയുന്ന രീതിയിലേക്ക് എതിർചേരിയിലുള്ള ആളുകളും എന്തിനുപരി സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പോലും അദ്ദേഹത്തെ കല്ലെറിഞ്ഞപ്പോൾ ഒന്നിനോടും പ്രതികരിക്കാതെ ഒരാളെ പോലും ഒരു വാക്കുകൊണ്ടോ ഒരാളെ പോലും ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു വ്യക്തിയെ പോലും ഒരു വാക്കുകൊണ്ടോ ഒരു വ്യക്തിയെ പോലും ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടോ പോലും വേദനിപ്പിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ. നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും ഈ 2ാം ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചന നടത്തിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് തൻ്റെ കൂടെ നടക്കുന്ന സഹപ്രവർത്തകരെ, അല്ലെങ്കിൽ തന്നെക്കാളും മുതിർന്ന പ്രവർത്തകരെ, അല്ലെങ്കിൽ തന്നെക്കാളും താഴ്ന്ന പ്രവർത്തകരെ എങ്ങനെയാണ് സഹാനുഭൂതിയോടെയും അനുകമ്പയോടെയും ക്ഷമാശീലത്തോടെയും കൊണ്ടു നടക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ പ്രദേശത്ത് ഈ അടുത്ത കാലങ്ങളിലായി കണ്ടുവരുന്നത് ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ പ്രവർത്തകരെയാണ്. ഇതൊരിക്കലും നമ്മുടെ രാഷ്ട്രീയത്തെ, നമ്മുടെ രാഷ്ട്രീയ ഭാവിയെ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അനുസ്മരണമായിരിക്കും നമുക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കുക എന്നത് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ പ്രാവർത്തികമാക്കണമെങ്കിൽ ആ സാറിൻ്റെ അടുത്തുനിന്നുള്ള, ആ സാറ് നമുക്ക് പകർന്നു തന്നിട്ടുള്ള സഹാനുഭൂതിയും കരുണയും അനുകമ്പയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ളവരോടും സഹപ്രവർത്തകരോടും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രവർത്തകരോടും കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ആ പ്രവർത്തനത്തിന് മുന്നോട്ട് നിൽക്കാം. വിശ്വസിച്ച് എല്ലാ ഞായറാഴ്ചകളിലും പള്ളികളിലും കുർബാനകളിലും പോയി പങ്കെടുത്തിരുന്ന ആ വ്യക്തിത്വം തൻ്റെ നേരെ കല്ലെറിഞ്ഞവരെ പോലും തൻ്റെ യേശുക്രിസ്തു കുരിശിലേറ്റുന്ന സമയത്ത് എനിക്ക് ഈ അവസ്ഥ വന്നവർക്ക് നന്മകൾ മാത്രം നേരണമെന്ന് പ്രാർത്ഥിച്ച അതേ രീതിയിൽ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സാറും പ്രവർത്തിച്ചു പോകുന്നത്. ആ ആദരണീയനായ വ്യക്തിയുടെ മുമ്പിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് കോൺഗ്രസ്. എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ പറയാനുള്ള ഒരു അനുഭവമുണ്ട്. ഞാൻ ആദ്യമായി ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നത് ഗൾഫിൽ വെച്ചാണ്. അബുദാബിയിൽ ഒരു ഹോട്ടലിലേക്ക് താമസിക്കുന്ന സ്ഥലത്ത് കാണാനിടയായി. പത്തനംതിട്ടയിലെ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ചില്ലിറക്കുമ്പോൾ, ഗ്ലാസ് ഇറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേദം വീഴുകയും അദ്ദേഹം മാനമായി ഒരു മുറിവേറ്റ് വീഴുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും ഇൻഷുറൻസിൽ കാട്ടിലുള്ള ഒരു പ്രശ്നവും സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ചികിത്സ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് അബുദാബിയിൽ ഉണ്ട് എന്നറിഞ്ഞ് ഞങ്ങളൊക്കെ അവർ 12 പേര് ചേർന്ന് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയി. അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചു, കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വളരെ സഹാനുഭൂതിയോടുകൂടി അത് കേട്ടു.
അന്ന് 2:30 മണിക്ക് 10 മണിക്ക് നിങ്ങൾ സംസാരിച്ചു. 2:30 മണിക്ക് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരവസ്ഥയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ മനുഷ്യന്റെ കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഹരിദാസ് എന്ന് പറയുന്ന സ്നേഹിതൻ അദ്ദേഹത്തിനുണ്ടായ ആ അനുഭവം അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.